ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പോൾ ഞാൻ കുറേ ആയി ഇപ്പോൾ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു കുറച്ചായി, ഒരു 2-3 ആഴ്ച കുറച്ചായി ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞാനിപ്പം നാട്ടിൽ പോയി, ഇപ്പോൾ തിരിച്ച് ഇവിടെ ശ്രീനഗറിലെത്തിട്ടോ. ശ്രീനഗറിലെത്തിയാലും ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം വീഡിയോസ് ഇടണം എന്നും വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. അപ്പം ഞാനിന്ന് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ അത്ര വലിയ കുക്കിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല, എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ ഇഷ്ടമാണ് ഓരോ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. നമ്മൾ സാധാ അല്ല, എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ട് ഓരോ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഫ്ലോപ്പായി പോകാറുമുണ്ട്, ചിലതൊക്കെ റെഡിയായി കിട്ടും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഏതായാലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ചെയ്യുകയാണ് കുക്കിംഗ് വീഡിയോ. ഒന്ന് ചെയ്ത് വലിയ പരിചയം എനിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഞാനിപ്പോൾ അന്ന് ഒരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എന്താവും എന്നറിയില്ല, ഫ്ലോപ്പാവോ നന്നാവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. അത് ഫ്ലോപ്പാണെങ്കിലും നല്ലതാണെങ്കിൽ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നും കൂടി എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ള ഫിഷാണിത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1 kg. ഇത് ഈ ഫിഷിൻ്റെ പേര് രോഹു എന്നാണ് കേട്ടോ. അപ്പോൾ 1 kg രോഹു ആണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഫിഷ് മാറ്റി വെക്കണം. ഇങ്ങനെ തന്നെ, അതായത് മസാല തേക്കാതെ ഒരു ഫിഷ് മാറ്റി വെക്കണം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം എന്തിനാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പീസ് ഫിഷ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് മസാല വയ്ക്കാം. ഓക്കെ, അതിന് മസാല കാണാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അടുത്തത് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അതെല്ലാവരും അവരുടെ ആവശ്യാനുസരണം നോക്കിയിട്ടാൽ മതി കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, ഒരുപാട് വേണ്ട കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് അരച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി. പിന്നെ ഒരല്പം ചെറുനാരങ്ങയുടെ നീരോട് ചേർക്കുക. ഒരു നാരങ്ങേൻ്റെ പകുതിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. കുറച്ച് നാരങ്ങ നീര് ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറോട് ചേർക്കുക. കോൺഫ്ലവറോട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമുക്കിതാ ഇങ്ങനെ കിട്ടും. അത് നന്നായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇത് മീനിലേക്ക് ഇതാക്കാം. അപ്പോൾ അതാ നമുക്ക് ഫിഷ് ഇങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഏറ്റവും ചുരുങ്ങിയൊരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ, 1-1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിഷ് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നതും നല്ലതാണ് കേട്ടോ, കുറച്ചും കൂടി നന്നാവും. അപ്പോൾ അല്ലാതെ ഇങ്ങനെ വെക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ അതാ നമുക്ക് 1 മണിക്കൂറായി ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ വറുക്കുന്ന നേരം ഏറ്റവും നല്ലത് നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ മീൻ വറുക്കാൻ വേണ്ടി എടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓരോരോ പീസായിട്ട് മീൻ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം നിങ്ങൾ മൊരിച്ച് എടുക്കണ്ട കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. കാരണം മൊരിച്ചെടുത്താൽ ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും. അതിലും നല്ലത് നമുക്ക് അത്യാവശ്യം വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അധികം മുറിയാതെ വേഗം വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫിഷും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. ഈ ഫിഷ് ഇവിടെ ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട പിസ്തയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ മീനൊന്ന് റെഡി ആകുമ്പോഴേക്കും പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പും മുന്തിരി പിസ്ത ഒക്കെ അതിലേക്ക് വേണ്ടതൊന്ന് ശരിയാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ തന്നെയാണ് റൈസും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഓയിൽ കുറച്ച് നമുക്ക് ഒഴിക്കാം. അപ്പോൾ അതാ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ആണ് കേട്ടോ എടുത്തത്. ഫിഷ് വറുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സാധാ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുള്ളൂ. അല്ലാതെ റൈസിനും ബാക്കി എല്ലാത്തിനും ഞാൻ സൺഫ്ലവറാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓയിൽ പറഞ്ഞു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരാം കേട്ടോ. അപ്പോൾ അതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ അതാ മുന്തിരി അത്യാവശ്യം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി വെക്കാം. അപ്പോൾ അതാ നമുക്ക് മുന്തിരി വറുത്ത് കോരി വെക്കാം. ഇനി നമുക്ക് പിസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 2 വലിയ ഉള്ളിയാട്ടോ ഇട്ടത്. കാരണം കുറച്ച് മസാലയിലേക്കും കൂടി വേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോനിട്ടത്. അപ്പോൾ 2 വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതാട്ടോ എടുത്തത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് എടുക്കാം. ബ്രൗൺ കളറായിട്ട് കോരി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് റൈസും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റൈസ് ഞാൻ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കൂലേ അതുപോലെ വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതുകൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ സവാള ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുന്നുണ്ട്. നമുക്കിത് നല്ല ബ്രൗൺ ഒരു മൊരിഞ്ഞതുപോലെ പൊരിച്ചെടുക്കുന്നത് പോലെ ആക്കിയെടുക്കണം കേട്ടോ പിസ്ത. അപ്പോൾ ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ സവാള ഏകദേശം ഒന്ന് ബ്രൗണായി വരുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ കളർ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ട് വേണം. നമുക്കൊരു മൊരിയുന്ന രീതിയിൽ വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കോരി മാറ്റി വെക്കാൻ. അപ്പോൾ ഫിഷ് ഓൾറെഡി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അരി കൂടി ഒന്ന് ഇതിൻ്റെ അകത്തിട്ട് ചോറിൻ്റെ സെറ്റാക്കിയിട്ട് നമുക്കിനി മസാലേൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബ്രൗണിഷ് മൊരിയുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഒന്ന് കോരി മാറ്റി വെക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന റൈസ് ഇത് നമ്മുടെ നാട്ടിലെ കയമ റൈസാണ് കേട്ടോ. 1 kg എടുത്തിട്ടുണ്ട് ഞാൻ. 1 കിലോ കയമ റൈസാണ് എടുത്തത്. അതുകൊണ്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസിന് നോക്കാം.
അപ്പോൾ അതാ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം അതേ ഓയിൽ തന്നെ, സൺഫ്ലവർ ഓയിൽ തന്നെ, ഈ ഓയിലിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത്രയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു പൊട്ടൽ പോലെ വരും. അങ്ങനെ പൊട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വാടുന്നവരെ ആക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാനിപ്പം ഒരു 1 kg റൈസാണ് എടുത്തത്. ജീരകശാല കൈമ റൈസാണ് എടുത്തത്. അപ്പം 5 ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ 5 ഗ്ലാസ് അരിക്ക് ഞാൻ 10 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത്. 10 ഗ്ലാസ് വെള്ളം ഞാനത് തിളപ്പിച്ചതാട്ടോ, ചുടുവെള്ളം. 10 ഗ്ലാസ് ചുടുവെള്ളമാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അല്പം ഒരു ഏകദേശം 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം നേരത്തെ മസാലയിലേക്ക് ആക്കി വെച്ചതിൽ നിന്ന് എടുത്ത് വെച്ച കുറച്ച് ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ അല്പം പച്ചമുളക് ചതച്ചത് 2-3 കൂടി നമുക്ക് 1 ടേബിൾ സ്പൂൺ മതി. ഇത്രയും മതിയാവും. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇടാം. ഇതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ റൈസ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഇനി ഒന്ന് ദമ്മിടുന്ന നേരം കുറച്ചും കൂടി ഒന്ന് വേവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അത് അത്യാവശ്യം നല്ല ഇതിൽ കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരിത്തിരി കൂടി വേവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അത് ദമ്മിടുമ്പോൾ എന്തായാലും സെറ്റായിക്കോളൂ. അപ്പോൾ നമുക്കിതിനി ഓഫ് ചെയ്ത് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്ന ഓയിൽ എന്ന് വെച്ചാൽ നേരത്തെ ഫിഷ് വറുത്ത അതേ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഓയിലൊന്ന് കുറച്ച് ഇതിലേക്ക് വാർന്നു കൊടുക്കാം. അപ്പോൾ ഇതാ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ 4 വലിയ സവാള ആട്ടോ എടുത്തത്. 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഇട്ട് നമുക്കിതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ സവാള അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഞാനൊരു 4 പച്ചമുളക് ആട്ടോ എടുത്തത്. 4 പച്ചമുളക് എരിവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ 4 പച്ചമുളക് ചതച്ചതും കൂടിയാണ് ഇട്ടിരുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണെങ്കിലും വേണം. അതിൻ്റെ കൂടെ ഈ 4-5 പച്ചമുളകും കൂടി ചതച്ചത് അതും കൂടി ഒന്ന് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിടുക. ഇനി ഇത് ഒന്നും കൂടി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം അതൊന്ന് മാറുന്നവരെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക.
നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റോളം അതൊന്ന് റെഡിയാവുന്ന വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് സവാള എന്തായെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത്. തക്കാളി കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പച്ച ഒരു ഇത് മാറി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട മസാലപ്പൊടികളാണ് ഞാൻ എടുത്തത്. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനം കൂടി നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ അത്യാവശ്യം വഴന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. തക്കാളിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ആ പച്ച മണവും ഇതൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ കാണിച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം വിടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം പൊടികളുടെയൊക്കെ പച്ചമണം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ പുളി കുറവുള്ള തൈരാട്ടോ. നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. പുളി കുറവുള്ള തൈരാണ് കേട്ടോ എടുത്തത്. അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരോട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കുക. നമുക്ക് കുറച്ചുകൂടി ഉപ്പിന് ആവശ്യമുണ്ട് വെച്ചാൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഉപ്പ് പാകമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒരു ചുടുവെള്ളം പാരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് മീൻ എടുത്ത് വെക്കണം, അതായത് ഒരു പീസ് മീൻ എടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി പറഞ്ഞു. കാരണം ആ മീനും കൂടി വേവുന്നൊരിതിന് കുറച്ചൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി ആ എടുത്ത് വെച്ചിരുന്ന ഒരു പീസ് മീനില്ല, അത് ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്കിതാ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഫിഷിൻ്റെ ഒരു ഗ്രേവി അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ഫിഷ് വറുത്തിട്ടല്ലേ, അപ്പോൾ ആ ഗ്രേവി ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷും കൂടി എടുത്തിട്ട് വറുക്കുന്നത്. ഇനി ഒന്ന് ഫിഷ് വേവുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു അല്പനേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇതിനി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. കാരണം ഇത് ചിലപ്പോൾ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. മീൻ നല്ലപോലെ വെന്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഉടഞ്ഞു പോയാലും ഒന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച മീൻ വേറെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിടാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലിടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇടുന്നത് നെയ്യ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കൈപ്പിടി പുതിനയിലയും കൂടി ഇടേണ്ടതാണ്. എനിക്ക് ഇവിടെ അത് അവൈലബിൾ അല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഇതിനകത്ത് യൂസ് ചെയ്യാത്തത്. അതും കൂടി ഇട്ടാലേ കറക്റ്റ് ഒരു
നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ഞാൻ വറുത്ത് വെച്ചിരുന്ന ഉള്ളില്ലേ, അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ വറുത്ത് വെച്ച മൊത്തമല്ല, അതിൻ്റെ അതൊന്ന് ഒരു പിടി ഉള്ളി വറുത്ത് വെച്ചതുകൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റിനാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് 2 മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് കാണിക്കുക എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഫിഷ് അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്, ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ കേട്ടോ ദമ്മിടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് റൈസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇത് ദം ഇടാൻ വേണ്ടിയിട്ട് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മല്ലിയില, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത്, മുന്തിരി, പിന്നെ കുറച്ച് നമ്മൾ ഫിഷിൻ്റെ അകത്തുനിന്ന് എടുത്ത് വെച്ച കുറച്ച് മസാല ഉണ്ട്. അതൊന്ന് ഒരു ചെറിയൊരു ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടി ഒന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മേലത്തെ ലെയറും കൂടി റൈസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് അല്പം പിസ്ത, കുറച്ച് കാഷ്യൂ ആൻഡ് മുന്തിരി അതും കൂടി ഇട്ടിട്ട് അതും പിന്നെ കൂട്ടത്തിൽ അല്പം മല്ലിയിലയും കൂടി ഇടാം. ഇതുകൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ഫൈനലി ഞാൻ റൈസ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് സെയിം ഫിഷിൻ്റെ മസാല ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ കേട്ടോ റൈസും കൂടി ഇട്ടിട്ട് ദം ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ ഞാൻ അടിയിലൊരു പാൻ വെച്ചിട്ട് പാനിൻ്റെ മുകളിലാണ് ഇത് വെച്ചത്. അത് സിമ്മിലാണ് ഇട്ട് വെച്ചത്. സിമ്മിൽ ഒരു 5 മിനിറ്റ് സിമ്മിലിടുക. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൂടി വെക്കുക. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ടോ. അപ്പോൾ നമുക്ക് ദം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫൈനലി ഞാൻ ദം ചെയ്തത് ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് സെർവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ഫിഷ് ബിരിയാണി. ഞാനൊരു പീസ് മസാലയിൽ ഇടാണ്ട് വറുത്തത് മാറ്റി വെച്ചത് ഇതിലൊരു ഡെക്കറേഷൻ പോലെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഡെക്കറേഷൻ ചെയ്ത് അത്യാവശ്യം കൊളായിപ്പോയി എന്ന് തോന്നുന്നു. അപ്പം ഇതാണ് എൻ്റെ ഫിഷ് ബിരിയാണി. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ റിവ്യൂ അറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ്, കണ്ടിട്ട് ഓക്കെ ആണ്, ബട്ട് കഴിച്ചു നോക്കിയാൽ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് നം നം നം
അച്ഛനും മോളോട് കഴിക്കാണ്. കണ്ണേട്ട ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് പറയും. സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ആ എന്തെങ്കിലും കുറവ് സ്മെല്ലുണ്ട്, അത് നേരത്തെ കിട്ടി. പിന്നെ ആണോ ഇഷ്ടായിക്കണോ? ആണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാ സക്സസ് ആയി എന്നാണ് തോന്നുന്നത്. കണ്ണേട്ടൻ ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏട്ടനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചാന്ന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായിരിക്കും കണ്ണേട്ടൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ റിവ്യൂട് കേൾക്കാം. ഓക്കെ ദീദി, ബിരിയാണി കൈസേ കൈസേ ഹു भैया? सीरियसली? ओहो, केरला बिरयानी, फिश बिरयानी. ओके भैया. അപ്പോൾ അതാ ഓല റിവ്യൂടും കേട്ടില്ലേ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അന്നപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അതപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ആർക്കെങ്കിലും സക്സസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായി ഇഷ്ടപ്പെട്ടു വെച്ചാൽ ആയവർ ഒന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.